ഓസ്ട്രേലിയൻ PR-ന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മൾക്ക് ലാംഗ്വേജിന് നമുക്ക് 10 പോയിന്റ്സും അതേപോലെ 20 പോയിന്റ്സും കിട്ടുമായിരുന്നു. പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ നമുക്ക് 10 പോയിന്റും ആൻഡ് സുപ്പീരിയർ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ 20 പോയിന്റ്സും ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്രയും കാലം പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ PT-യിൽ ഇൻഡിവിജ്വൽ 65ഉം ഓവറോൾ 65ഉം ആയിരുന്നു. ആൻഡ് സുപ്പീരിയർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ 79ഉം ആൻഡ് ഓവറോൾ 79ഉം ആയിരുന്നു. പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് 10 പോയിന്റ്സും ആൻഡ് സുപ്പീരിയർ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ 20 പോയിന്റ്സുമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇതിന് വല്ല ചേഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ പെട്ടെന്ന് യൂട്യൂബ് ചാനൽസിൻ്റെ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാനിക് ആകേണ്ട ആവശ്യമില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൻ്റെ അകത്ത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൻ്റെ അകത്ത് എടുത്ത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ അതിൻ്റെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 7, 2025 തൊട്ട് കുറച്ച് ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കോമ്പറ്റന്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റന്റ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് നിങ്ങൾക്ക് മാർക്കൊന്നും ഉണ്ടായിരിക്കുകയില്ല, 0 മാർക്കായിരിക്കും. ആൻഡ് കോമ്പറ്റന്റ് ഇംഗ്ലീഷിൽ സ്കോറിംഗ് ഇപ്പൊ വരുന്നതെന്ന് വെച്ചാൽ ലിസണിങ്ങിന് 47, റീഡിങ്ങിന് 48, റൈറ്റിങ്ങിന് 51 ആൻഡ് സ്പീക്കിങ്ങിന് 54. ഇപ്പോഴത്തെ ന്യൂ ചേഞ്ച് അനുസരിച്ചിട്ടാണ്. ആൻഡ് പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽ 65 ആൻഡ് ഓവറോൾ 65 ചെയ്താൽ നമുക്ക് 10 പോയിന്റ്സ് കിട്ടും എന്നുള്ളത്. ഇനി തൊട്ട് അത് ഇൻഡിവിജ്വൽ 65 ആൻഡ് ഓവറോൾ 65 അല്ല, ലിസണിങ്ങിന് 58, റീഡിംഗ് 59, റൈറ്റിംഗ് 69 ആൻഡ് സ്പീക്കിംഗ് 76. ഇതാണ് പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷിന്റെ സ്കോറിംഗ്. സോ ഇത് നമ്മൾ ക്രാക്ക് ചെയ്താലേ നമുക്ക് 10 പോയിന്റ്സ് കിട്ടത്തുള്ളൂ. ആൻഡ് സുപ്പീരിയർ ഇംഗ്ലീഷ് നമുക്ക് നേരത്തെ ഇൻഡിവിജ്വൽ 79 ആൻഡ് ഓവറോൾ 79 ആയിരുന്നു. എന്നാൽ ഇനി തൊട്ട് ലിസണിംഗ് 69, റീഡിംഗ് 70, റൈറ്റിംഗ് 85 ആൻഡ് സ്പീക്കിംഗ് 88. ഒരു പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും നന്നായിട്ട് ലാംഗ്വേജ് ഉള്ള ഒരാൾക്കാർക്കായിരിക്കും ഈ പ്രൊഫിഷ്യന്റ് ഇംഗ്ലീഷ് കിട്ടുന്നത്. ആൻഡ് സ്പീക്കിംഗ് ഒക്കെ 88 കിട്ടും. പക്ഷേ റൈറ്റിംഗിന് ചില കുട്ടികൾക്ക് 90 ഔട്ട് ഓഫ് 90 കിട്ടും, ചിലർക്ക് അത് 85 കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയും ഉണ്ടാവണം. കാരണം റൈറ്റിംഗിൽ നേരത്തെ നമുക്ക് essay ഇമ്പോർട്ടന്റ് ഇല്ലായിരുന്നു, ഇനി തൊട്ട് essay ഇമ്പോർട്ടന്റ് ആണ്, കണ്ടന്റും ഇമ്പോർട്ടന്റ് ആണ്. സോ ഓഗസ്റ്റ് 6 മുന്നേ എക്സാം എഴുതിയ ആൾക്കാർ ഇത് എഫക്ട് ചെയ്യത്തില്ല. ഓഗസ്റ്റ് 7 തൊട്ട് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് എഫക്റ്റീവ് ആയിരുന്നു.